കേരള സിലബസ് ആയാലും CBSE ആയാലും 90+ ഉറപ്പ് 90+ 10 days ചാലഞ്ച് ഏറ്റെടുക്കൂ. 4, 3, 2, 1, 0. ഇന്നത്തെ എനർജറ്റിക് ആയിട്ടുള്ള പവർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് ടാൽറോ പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് സ്റ്റാർ മാജിക്. അടിപൊളി ഡാൻസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കറക്റ്റ് ദിലീപേട്ടന്റെ ഫിഗറും അതിലുള്ള പോലത്തെ കറക്റ്റ് കോമഡി സ്റ്റെപ്പുകളും. അതിന് ദിലീപേന്റെ കവള് പുറത്തേക്ക് ഇങ്ങനെ ചാടി ഇങ്ങനെ ബബിളായിട്ട് നിൽക്കുന്നു. അപ്പൊ എനിക്കും എന്റെ കവളം കുറച്ചാൾ മുമ്പ് പുറത്തേക്ക് ചാടി തന്നെ ഇരുന്നത്. ഇവന്റെ കോമഡി കണ്ടിട്ട് ആൾക്കാർ അടിച്ചകത്ത് കയറ്റിയതാ. കവളകത്തൊന്നും പറഞ്ഞിട്ടുണ്ട്, അകത്ത് കയറ്റിയത് അടിച്ച്. എന്റെ പൊന്നിയേട്ടൻ മിണ്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഈ കവിള് ചാടാൻ വലിയ വകുപ്പുണ്ടോ? ചെറിയൊരു മാക്രിയെ പിടിച്ചിട്ടാ ചാടി അല്ലേ? എന്നിട്ടും പുറത്തും ചാടിയില്ലെങ്കിൽ കമത്തി കിടത്തിയിട്ട് കവളം മടലിന് അടിച്ചാൽ മതി. എന്നിട്ട് ചാടിയില്ലെങ്കിൽ വലിച്ചു കുഴിച്ചിടുക, അത്രേ ഉള്ളൂ. കവളി മടലിൽ അടിച്ചല്ലോ. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ എന്റെ അനിയുടെ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കട്ടെ. ഈ മാക്രിക്ക് കടി കിട്ടാതെ ശ്രദ്ധിക്കണേ. കുട്ടിയെ കണ്ടു 2-3 ദിവസമായല്ലോ. എവിടെ പോയിരുന്നു? കുട്ടിയാ? ഏത് കുട്ടി? എനിക്ക് കുട്ടിയൊന്നുമില്ല. അയ്യോ, കുട്ടിയുടെ കാര്യമല്ല, അതിനു മുമ്പ് ഭാവി കാര്യം തീരുമാനിച്ചു. അതല്ല, ഈ അനുക്കുട്ടി എന്ന് പറഞ്ഞപ്പം അനുയുടെ ഇടയ്ക്ക് ശകല ഗ്യാപ്പ് വന്നതാ. അനു നീ ഒരു ഗ്യാപ്പ് എടുത്തത് നല്ലതാ അവന്റെ അടുത്ത് കേട്ടോ. ഈ ഒരു കാര്യത്തില് ഗ്യാപ്പ് സ്റ്റേ, നമ്മുടെ ഗ്യാപ്പ് ഇടപെടണ്ട. എന്റെ പൊന്നനു, എത്ര ദിവസം ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. പുറകെ നടക്കണമെങ്കിൽ നീ സൂക്ഷിക്കണം. അവൻ മാല പറിച്ചോണ്ട് ഓടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവനെ എനിക്ക് പണ്ടേ മുതൽ അറിയാം. മുക്കുവണ്ട മോട്ടിച്ച് വിറ്റവരാരും ഇന്നുകൂടി ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് അനങ്ങാതിരുന്നാ മതി. പക്ഷെ നീ മുക്കുമണ്ടം വരെ വെറുതെ വിടാത്തവനാ. എനിക്ക് വേണ്ടിട്ട് നിന്റെ പേരിൽ ഞാൻ കയ്യിൽ പച്ച വരെ കുത്തിയിട്ടുണ്ട്, അറിയാമോ? ഏത് സ്കൈ? സ്കൈ അല്ല, കൈ. അപ്പൊ ഈ നെറ്റി കാണുന്ന പാടാ അത് പശു കുത്തിയാ. പശു എന്തിനാ കുത്തണേ? അത് ഞാനും അച്ഛനും കൂടെ ഭയങ്കര വഴക്കാ വീട്ടില്. പല കാര്യം പറഞ്ഞ് എന്തിനങ്ങ് വഴക്ക് കൂടും. ഒരു ദിവസം നമ്മുടെ വീട്ടില് പശുവിന്റെ മുമ്പിൽ വെച്ച് അച്ഛനടുത്ത് പറയുവാ, നിന്റെ തല മൊത്തം പിണ്ണാക്കാടാന്ന്. ഇത് കേട്ടൊന്നെ ബസ് നിന്ന പശു കയറും പൊട്ടിച്ചോണ്ട് വന്ന് കൊമ്പുണ്ട് തല ഒരൊറ്റ കുത്ത. പിണ്ണാക്ക് തിന്നാൻ. പക്ഷെ പശു നാണം കെട്ടുപോയി. എന്റെ തലേന്ന് പിണ്ണാക്ക് വന്നില്ല. അളിമണ്ണായിരിക്കും വന്നത്. അയ്യോ, സ്റ്റാർ മാജിക്കിലെ ശാസ്ത്രജ്ഞ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സുന്ദരനും
ന്യൂജനുമായ എനിക്ക് എടാ നൂതനല്ല നീജൻ അങ്ങനെ പറ. സ്നേഹത്തിന്റെ വാക്കാണ് മനുഷ്യ ഞാൻ പറഞ്ഞത്. ആ. നീ എന്തിന് നീ എന്നിൽ നിന്ന് അകലം പാലിക്കുന്നു? ആ അത് ഞാൻ പറയാം. മധു നീ കുളിക്കാഞ്ഞിട്ടോ? ആണോ? ഒരു മിനിറ്റ്. ആ മൊബൈൽ വാട്സപ്പിൽ എനിക്കൊരു ഹായ് അയക്കണേ. എന്തിനാടാ? എന്റെ കുളിസിൻ വാട്സപ്പിൽ അങ്ങോട്ട് തരാം. എന്നിട്ട് നല്ല കണ്ട് നിർബന്ധിയാടാ കേട്ടോ. വാക്കസ്തേ വാ മൂടിക്കോളെ, മിണ്ടരുത്. എന്റെ മോളെ ഇനി വാ പറയട്ടെ. സത്യമാണ്, എന്റെ ഹൃദയമാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കുട്ടി എന്നല്ലേ എഴുതി വെച്ചത്? എന്നെ കുട്ടിന്ന് തന്നെ ഹൃദയം എഴുതി വെച്ചെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് എന്തോ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കുന്ന ഒരു ഗിഫ്റ്റ്. ശരിക്കും? ശരിക്കും സത്യം? സത്യം. നമ്മയുടെ സത്യം കള്ളം പറയല്ലോ. ഇപ്പൊ മോഹൻ തെളിഞ്ഞാണ്ടാ കാര്യം പറഞ്ഞപ്പോ ബിരിയാണിയാണോ? ബിരിയാണി അല്ല. ലഡു ആണോ? ലഡു അല്ല. മധുരണ്ണ അല്ല. മീന്തല ഐസ്ക്രീം കരിപ്പെട്ടി. കരിപ്പട്ട എന്റെ വീട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. ആ അത് പറഞ്ഞൂടെ അങ്ങോട്ട്. മോള് പറ. ചോക്ലേറ്റ്. ഇത് അവിടെ കിടക്കുവാണല്ലോ. ബോളി പായസം. ഇതൊന്നും അല്ല. പിന്നെ ഉണ്ട കാണണോ? അരിയുണ്ട. അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമാണ് ഈ അരിയുണ്ട എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഞാൻ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട് കഴിക്കുന്നേ. അതെ മധു ഇവിടെ കളിച്ച സ്കിറ്റിലെ അരിയെല്ലാം കൂടെ പിറക്കി അരച്ചുരുട്ടി ഉണ്ടാക്കി ഉണ്ടായത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കോമഡിയിലെ കല്ലും അതിലുണ്ട്. അവള് കല്ല് അടിച്ചാൽ തിന്നോളും, കുഴപ്പമൊന്നുമില്ല. ചേട്ടാ എങ്ങോട്ട് വാ. എടാ നിങ്ങളെ എടുക്കുവാണോടാ? എവിടെയെങ്കിലും നിൽക്കണത്. ഒരു പ്രേമം പൂവണിന്ന് അണിയട്ടെ. ചേട്ടാ പറയട്ടെ. കൊറേ നാളുകൊണ്ട് വിചാരിക്കാം. കൊളയട്ടെ എന്നാണോ അവനെ വിളിച്ചത്? എന്തായാലും അവൻ പൊളയുന്നുണ്ട്. അവളൊന്ന് മുഴിഞ്ഞോട്ടെ. ചേട്ടാ ഉള്ളാതെ കാര്യം പറ. ചേട്ടാ അല്ല കാര്യം പറയട്ടെ. ചേട്ടാ കൊറേ ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഈ കാര്യം പറയണമെന്ന്. പറ. ചേട്ടാ നാളെ ഫ്രീ ആണോ? ഞാന് മിക്ക ദിവസം ഫ്രീ അല്ലളിയാ. പിന്നെ നാളെ എന്റെ വീട്ടിലോട്ടൊന്ന് വരാവോ? നാളെ അവളുടെ വീട്ടിലോട്ട് പോകാമോ എന്ന് ചെല്ലാൻ പറയണ അവന്റെ അടുത്ത്. എടാ ചില ഞാൻ ചെല്ലണോ? ചിലപ്പോ അവരുടെ അച്ഛനോടൊക്കെ ആലോചിക്കാനായിരിക്കും നിങ്ങളുടെ കാര്യം. അച്ഛനോട് ചിലപ്പോ ആലോചിക്കാനായിരിക്കും. ചിലപ്പോ ആണോ? കൂടെ നിൽക്കണേ. താങ്ക് യു. പിന്നെ മോളെ വരാം. ഞാൻ നാളെ തന്നെ വരാം. നാളെ തരാം. ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ എനിക്കെന്നാ ബുദ്ധിമുട്ട്. ഉണ്ടെങ്കിലല്ലേ ആ മുട്ട് വരുന്നു. ചേട്ടനെ നീ പിടിക്കാത്ത കാര്യം പറ. ചേട്ടൻ നാളെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്നൊരു 12 മണിക്ക് ശേഷം വരാൻ പറ്റും. പറഞ്ഞു 12 മണിക്ക് ചെല്ലാമോന്ന്. അയ്യോ നാളെ പറ്റത്തില്ല, മറ്റന്നാളാണ് ഞാൻ ചെല്ലാന്ന് പറഞ്ഞ. എന്നോടല്ല എന്നോട് ചെല്ലാമോന്ന്. നിന്നോട് ചെല്ലാൻ പറഞ്ഞാൽ നീ ചെല്ലണ്ടേ? നീ എന്റെ അടുത്ത് ചെല്ലാമെന്ന് ചോദിക്കുന്നത് ചിലപ്പോ അച്ഛനോട് ആലോചിക്കാനായിരിക്കും. പാതിരാത്രി 12 മണിക്ക് നല്ല സമയം. അച്ഛനോട് അച്ഛൻ കിടന്ന് ഉറങ്ങുമായിരിക്കൂടാ വേട്ടാവിളിയാ. പിന്നെന്തിനാ പോകാൻ പറഞ്ഞ എന്റെ അടുത്ത്? ബാക്കി ചോദ്യം ഞാൻ വരാം. അതെ അച്ഛനും അമ്മയും ജോൽസിനെ കണ്ടു. എന്തായി? ജോത്സനൊക്കെ കണ്ടു. എല്ലാം ഗാനമേള കാണും. ഗാനമേളക്കല്ല, കല്യാണത്തിന് ഗാനമേള കാണും. അതാണ് അതല്ല കബഡി നിർത്തുന്ന ജാതകമൊക്കെ റെഡിയാക്കി കഴിഞ്ഞില്ലേ? വരാം. അതെ ജോൽസ്യം പറഞ്ഞ് വീടിന് ഭയങ്കര കണ്ണു ദോഷമുണ്ടെന്ന്. എന്റെ പൊന്നുളിയാ ഭയങ്കര കണ്ണാണെന്ന്. ആ ഇതില് കണ്ണ് മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞ വല്ലതും മേടിച്ച് കഴിക്കണമെന്ന്. വീടിന് കണ്ണാണെന്ന്. വീടിന് കണ്ണാ? അതിനെന്താ വേണം? ഒരു കാര്യം ചെയ്യ്. വീടിന് കണ്ണ് കെട്ടണ്ട. കാരണം നമ്മൾ നാളെ താമസിക്കേണ്ട വീടല്ലേ. കുഴപ്പമില്ല മോളെ, ഞാൻ വന്നേക്കാം. എപ്പോ വരണമെന്ന് പറ. ഈ വീടിന് ചുറ്റുവേ ഭയങ്കര ശത്രുക്കളാ. അത് കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ വരുമ്പോഴേ ആരും ഇല്ലാത്തപ്പോ വരണേ. വരൂ. മൂക്കങ്ങനെ പിടിക്കല, ഗ്ലാമർ ഇല്ല. എന്നിട്ട് വന്നിട്ട് ആരും ഇല്ലാത്തപ്പോ വരണേ. അങ്ങനെ വരുള്ളൂ. അച്ഛനും അമ്മയും കാണും വീട്ടില്. പക്ഷെ ഞാൻ വിളിക്കുമ്പോ വരണം. അവർക്ക് ഉറക്കമായിട്ട് ഉറക്കാൻ പറ്റൂ. അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഉണ്ടല്ലോ. അത് മതി, എനിക്ക് നീ മതി. എന്നിട്ടേ വീട്ടിന്റെ ഫ്രണ്ടിലേ ഒരു കോലം വെക്കണം. എന്തിന്? കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടിട്ട്. അത് വേണം. വീടിന്റെ ഫ്രണ്ടിൽ ഒരു കോലം വെക്കണം. നാട്ടുകാർ കണ്ണുവിടായിരിക്കും. അത് കണ്ടിട്ട് നമുക്ക് നാളെ കയറി താമസിക്കേണ്ട വീടല്ലേ. അത് കോലം വെക്കണം. എല്ലാ വീട്ടിലും വെക്കും. അത് വെക്കണം മോളെ, അത് വെക്കണം. പണി തീരുന്നതിന് മുന്നേ വെക്കണം. അപ്പൊ ചേട്ടൻ ഒന്ന് അവിടെ വന്ന് നിക്കാവോ? എന്തിന്? കോലമായിട്ട്. കോലമായിട്ട് ഞാൻ പോണോന്ന്?
കോലത്തിനും വേണ്ടടാ ഒരു കോലം. എന്തിനെ പോലെ പറഞ്ഞു ഒരു ഐഡിയ പറഞ്ഞതാ, ഞാൻ പോണോ? ഒഴിവാക്കണമെങ്കിൽ അല്പം സാനിറ്റൈസർ അടിച്ചാൽ മതി. അല്ല ചേട്ടാ, പുറത്തുനിന്ന് ഒരു കോലൊക്കെ മേടിക്കുന്ന നല്ല പൈസയാവും. എന്റെ അച്ഛന്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ലേം താനും. അപ്പൊ എന്റെ ചേട്ടനാണെങ്കിൽ ഫ്രീ ആയിട്ട് വരികയും ചെയ്യും. ഇതുവരെ ഞാൻ വായി കളിച്ചത് വെറുതെ. ചേട്ടൻ വന്നാ മതി. അത് വെറുതെ ഇങ്ങനെ കളിയാക്കുന്നവരൊക്കെ നീ വേറെ നോക്കി ഇവിടെ എത്ര വരുമോ? ഇന്നായാലും കുഴപ്പമില്ല, നാലായാലും കുഴപ്പമില്ല. പറഞ്ഞേ. അപ്പൊ ശരി, ഞാൻ പോകുന്നേ. ബൈ. നാണക്കേടായി നിങ്ങളുടെ മുമ്പ് ഞാൻ ഇത്രയും ഷൈൻ ചെയ്തിട്ടേ നീ എന്തിന്? അവസാനം വെറും കോലമാക്കി കളഞ്ഞല്ലോ എന്നെ. ലോകത്ത് വേറെ പെണ്ണില്ലേ? ഇതൊക്കെ ഫ്രീ ആണല്ലോ. എന്തിന്? ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച വെറും കോലമാക്കി. ഞാൻ പോവാ കേട്ടോ. വെഞ്ചറായിരുന്നടാ. അത് എവിടെ പോന്ന്? അപ്പൊ നീ കോലായിട്ട് പോവല്ലേ? പോവല്ലേ? അല്ല മനുഷ്യേട്ടാ, ഒരു പെണ്ണല്ലെങ്കിൽ ഞാൻ പോവാ. ഇവിടെ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ. വിഷമിക്കല്ലേ, നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടാന്ന്. എന്റെ പൊന്ന് ലക്ഷ്മി, ഈ പേക്കോലകളുടെ ഇടയ്ക്ക് കടന്ന് പുഴുക്കാതെ ആ വീട്ടിൽ ചെന്ന് കോലമായിട്ട് നിൽക്കുന്നല്ലേ നല്ലത്. അങ്ങോട്ട് പോയാ വരൂ മനുഷ്യേട്ടാ, വരൂ അനു. അടിപൊളി അടിപൊളി അടിപൊളി. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ പെർഫോമൻസ് കേട്ടോ. ഇവരുടെ ഡാൻസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. 2 പേരുണ്ടല്ലോ, ഭയങ്കര പവർഫുൾ എനർജറ്റിക് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഈ ശരീരത്തില് എവിടുന്ന് ഇത്ര എനർജി വരണേ? എനർജി പറഞ്ഞില്ല അല്ലേ? എനർജി എന്തായാലും ഇതുപോലത്തെ ഒരു ഐറ്റം, അത് ഇതുപോലത്തെ ഒരു ഐറ്റം മാത്രം തന്നെയായിരിക്കും കേട്ടോ. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ ഇവിടുന്ന് 2 സ്റ്റെപ്പ്, അപ്പൊ ഇവിടുന്ന് 6 സ്റ്റെപ്പ്. ഒരു ഫിലിം കാണുന്ന പോലെ സിനിമാറ്റിക് രീതിയിലായിരുന്നു. അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു, ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിട്ട് ഡാൻസ് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. ജോബിൻ മാസ്റ്റർ ആൻഡ് ടീം എടുത്ത് നമ്മൾ പറഞ്ഞു കേട്ടോ, നിങ്ങളെ അടിപൊളിയാക്കി തന്നേല്. അപ്പൊ പെർഫോമൻസ് ആണെങ്കിലും ഇൻ ബിറ്റ്വീൻ ആ ഒരു പ്ലേയും എല്ലാം അടിപൊളിയായി. സോ ഇനിയും ഇതുപോലെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ പെർഫോമൻസ് ആയിട്ട് വരിക. അടിപൊളി, സൂപ്പർ. താങ്ക് യു. ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് മികച്ച സർവീസ് നൽകുന്നതിലും വേറൊരു റേഞ്ചാണ് മൈജി എന്ന് വേണം പറയാനായിട്ട്. അതിനായിട്ട് മൈജി ഒരുക്കുകയാണ് മൈജി കെയർ റിപ്പയറിംഗ് സെന്ററുകൾ. അതായത് വളരെ മിതമായിട്ടുള്ള സർവീസ് ചാർജിന് എല്ലാവിധ സുരക്ഷയും നിങ്ങൾക്ക് എൻഷുർ ചെയ്തുകൊണ്ട് സർവീസ് ആണ് മൈജി നിങ്ങൾക്കായിട്ട് നൽകുന്നത് കേട്ടോ. അത് മാത്രമല്ല, കൂടാതെ ഇപ്പൊ പണം തവണകളായിട്ട് നമുക്ക് അടയ്ക്കാനുള്ള വായ്പാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മൈജിയിൽ. അത് മാത്രമല്ല, അത്യാധുനിക രീതിയിലുള്ള സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണലുകളുമാണ് മൈജി കെയർ സെന്ററുകളിൽ നിങ്ങൾക്കായിട്ട് സർവീസസ് നൽകാനായിട്ടിരിക്കുന്നത്. സോ കേരളത്തിൽ ഉടനീളമുള്ള ഷോറൂമുകളിൽ മൈജി കെയർ സർവീസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അതുപോലെ തന്നെ ഈ സർവീസസ് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. അനുശ്രീനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് ആരായിരിക്കും? നിനക്ക് ഇഷ്ടമെന്നല്ല ചോദിച്ചത്. അനുശ്രീനെ ഇഷ്ടമുള്ളത് അനുശ്രീക്ക് പറയാൻ പറ്റും. അനുശ്രീയുടെ ബോയ്ഫ്രണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? ബിനുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരായിരിക്കും? അത് എണ്ണം പറയാൻ ഭയങ്കര അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, സാധാരണ നമ്മൾ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് നമ്മൾക്ക് നമ്മൾ ഇഷ്ടം ഉണ്ടാവും, നമ്മുടെ വീട്ടുകാർക്ക്, പിന്നെ മറ്റുള്ളവരൊക്കെ വെറുതെ അങ്ങനെ ഇഷ്ടമായിരിക്കും. പക്ഷേ സ്റ്റാർ മാജിക്കിലെ എല്ലാവരെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, ഒരു കട്ട ഫാനാണ്. സ്റ്റാർ മാജിക്കിന് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് ഈ ന്യൂ ഇയറിൽ ഇത്രയും ഇഷ്ടം ഉള്ള ഒരാളെ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. അത്ര കട്ട ഫാനാണ് ഞാൻ. ആ മോളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിളിച്ചോട്ടെ? ഉറപ്പായി. ആ മോളെ ഞാൻ സ്നേഹത്തോടെ വാത്സല്യപൂർവ്വം സ്റ്റാർ മാജിക്കിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത് ദൈവത്തിന്റെ ഗോഡ്സ് ഗിഫ്റ്റാണിത്. ദൈവത്തിന്റെ മുഖമാണ് ഈ കുഞ്ഞിന്, മാലാഖയുടെ മുഖമാണ് ഈ കുഞ്ഞിന്. അപ്പൊ ആ ഒരു കുഞ്ഞിന്റെ ഒരു പ്രസൻസ് സ്റ്റാർ മാജിക്കിൽ എത്തുന്നത് പറഞ്ഞാൽ ഏറ്റവും ബ്ലസ്ഡ് ആയി എന്നുള്ളതാണ്. 2022 നമുക്ക് വളരെയധികം അനുഗ്രഹീതമായിരിക്കും, യാതൊരു സംശയമില്ല. ആ മോളുടെ കണ്ണീരിൽ സന്തോഷത്തിന്റെ കണ്ണീര, അത് ലോക മലയാളികൾ ആ സന്തോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ടാവും. താങ്ക് യു സാറിന്. എന്താ പറഞ്ഞേ? അച്ചോടാ, എത്ര പേർക്ക് ഈ മോളെ അറിയുന്നുള്ളത് അറിയില്ല. എൻ്റെ കയ്യും കാലൊക്കെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യണം. ഞാനിത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇവരുടെ ഫാമിലി എന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയോ ഇവർ കുറേ കോൺടാക്ട്സ് ഒക്കെ എടുത്ത് ലാസ്റ്റ് നമ്മുടെ അസോസിയേറ്റ് അനന്തുവിനെ വിളിച്ച് പറയുകയാണ് എന്നെ ഒന്ന് വീഡിയോ കോളിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ കണ്ടപ്പോഴാണ് ഇവളുടെ എക്സൈറ്റ്മെന്റും എല്ലാം കണ്ടപ്പോൾ ക്രിസ്മസിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇവളുടെ വീട്ടിൽ ക്രിബും എല്ലാം വെക്കാനായിട്ട് സർപ്രൈസ് ആയിട്ട് ഇവളുടെ അമ്മയെ മാത്രം വിളിച്ച് ഞാൻ ചെല്ലുക. ആ ഒരു അന്ന് ഞാൻ ഇവളുടെ വീട്ടിലെത്തിയപ്പോ എന്ത് പറഞ്ഞാലും കുട്ടി പറയണത് സ്റ്റാർ മാജിക്കിൽ വരണം, സ്റ്റാർ മാജിക്കിൽ വരണം. പക്ഷെ അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവരിങ്ങനെ, കാരണം അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, യൂട്യൂബ് ചാനലിലെ കുട്ടി അങ്ങനെ പറയണതൊക്കെ. ഇത് എവിടെയാ നിക്കണേ സന? സ്റ്റാർ സന എന്താ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയാറുള്ളേ? ലക്ഷ്മി ലക്ഷ്മി അടുത്ത് പിടിച്ച് ഇങ്ങനെ നിക്കണം. സന്തോഷമുണ്ട്. അപ്പ വിളിക്കും. അപ്പ ഗൾഫിലാണേ. അപ്പോ ഞാൻ പോവല്ലേ, സനയും മെസ്സേജില് അപ്പ വരും. അപ്പോ ഇതല്ലോ മിടുക്കി കുട്ടിയാട്ടോ സന. ഒരുപാട് പാട്ട് പാടും. സ്റ്റാർ മാജിക് എല്ലാ എപ്പിസോഡും കാണും. നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് മോൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയണേ. വിളിക്കണോ? സനയുടെ ഡ്രസ് ഉഗ്രനായിട്ടോ. ലക്ഷ്മിയുടെ ഡ്രസ്സിനേക്കാൾ ഗംഭീരം ഈ ഡ്രസ്സാണ്. കൊള്ളൂല്ല, ലക്ഷ്മിയെ ഭംഗിയുമില്ല, ലക്ഷ്മിയെ കാണാൻ ഭംഗിയുമില്ല, ഉടുപ്പും കൊള്ളില്ല. എന്നെ ചീത്ത പറയാനേ പാടില്ല. അവളുടെ അമ്മ എന്നെ പറ്റി ഒന്നും പറയാൻ പാടില്ല, ഇഷ്ടാവില്ല. ഇവരുടെ എല്ലാവരുടെയും പ്രോഗ്രാം കാണാറില്ലേ? ഇഷ്ടാണോ? ഒരു പാട്ട് പാടി കൊടുക്കും എല്ലാവർക്കും. പാട്ട് പാടാം. അതിനു മുമ്പ് സന ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ അത് പറഞ്ഞു കൊടുക്കും. 6ലാണ് ഞങ്ങൾ പഠിക്കണേ കേട്ടോ. സനക്ക് ആക്ച്വലി ഡൗൺ സിൻഡ്രോം ആണ്. പക്ഷെ അവൾക്ക് ഭയങ്കര IQ ലെവലും ഭയങ്കര ബുദ്ധിയാണ് കുട്ടിക്ക്, ഭയങ്കര മിടുക്കിയാണ് അവള്. അപ്പൊ പാട്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണോ? കൊറേ പേര് കണ്ടോണ്ടിരിക്കുക. ഹലോ സ്റ്റാർ മാജിക്കിൽ സന. അപ്പ ഗൾഫിലുള്ള അപ്പ എടുത്ത സ്റ്റാർ മാജിക്കിൽ സന വന്നു പറയൂ. എന്നെ ചേച്ചിന്ന് വിളിക്കില്ല, എടി ലക്ഷ്മി എന്ന് വിളിക്കുള്ളൂ അല്ലെ? എന്താ വിളിക്കുക? ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടി പാട്ട് പാടി. ഓക്കെ, റെഡി 1 2 3 പറയാം. അപ്പൊ പാടണം കേട്ടോ. റെഡി 1 2 3. പാടിക്കോളൂ. എന്താ പാടുക? അന്ന് പാടിയ പാട്ട് പാടിക്കോളൂ. സോറി, ഓർക്കസ്ട്ര ചേട്ടന്മാരെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കല്ലേ, നിങ്ങൾ വായിച്ചാലേ കുട്ടി പാടുള്ളൂ. ഇങ്ങനെ 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 ഒന്നുകൂടെ ഇങ്ങനെ കറങ്ങൂ, സുന്ദരി കുട്ടിയായിട്ട് കറങ്ങൂ. എല്ലാരോടും പാട്ട്. ആയം അനുമാ ചാത്തുന്നു ബന്ദിലേ ചാമച്ചലും ചാമച്ചലും ഇശുമചിയും അനുമാ ചാത്തുന്നു ആയം അനുമാ ചാത്തുന്നു ബന്ദിലേ ചാത്തുന്നു ബന്ദിലേ. സന ഈ പാട്ട് പാടിത്തന്നു. അപ്പൊ നമ്മൾ ഈ പാട്ട് സനയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ പോവാ കേട്ടോ. എല്ലാരും കൂടെ റെഡി? ചേട്ടാ വരൂ വരൂ. സാറ് വരികയല്ലേ, അതിനാ.
അപ്പൊ നമ്മൾ എല്ലാരും കൂടെ 1000 കണ്ണുമായി പാടാൻ പോവാ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിൻ കിളി, പൈങ്കിളി മലത്തിൻ കിളി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിൻ കിളി, പൈങ്കിളി മലത്തിൻ കിളി. ഇഷ്ടായോ? Thank you, സാറേ. എന്നെ സാറേന്ന് ഇത്രയും നേരം വിളിച്ചോ ജീവിതത്തിൽ ഒരാളില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരാൾ സാറേന്ന് വിളിക്കുന്നത്. Thank you, സാർ. നമ്മുടെ ഓരോ ദിവസവും വളരെയധികം തിരക്ക് പിടിച്ചിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പതറാത്ത ചുവടുകളും അതുപോലെ തന്നെ ഉറപ്പുള്ള പാദരക്ഷയാണ്. സോ നിങ്ങളുടെ ഓരോ ചുവടും ആഘോഷമാക്കാനായിട്ട് ഇതാ നിങ്ങൾക്കായി VKC പ്രൈഡ്. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ചുവടുകൾ നിങ്ങൾക്ക് ഇനി മുതൽ വെക്കാൻ സാധിക്കും VKC പ്രൈഡിനോടൊപ്പം. സോ പുതുപുത്തൻ ഡിസൈനുകളിലുള്ള ഫുഡ് വെയർസ് അതുപോലെ തന്നെ 1000-ൽ പരം മോഡലുകളിൽ VKC പ്രൈഡിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ ലോങ് ലാസ്റ്റിംഗ് ഫുഡ് വെയർസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിലയിൽ. So celebrate hard work with VKC Pride, India's hard-working footwear. India's pride, my pride, VKC Pride. ഞാനേ ഇവളുടെ വീട്ടിൽ പോയപ്പം അന്ന് അവിടെ നിന്ന് എനിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്നെ വിടണുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചേച്ചി പോയി സ്റ്റാർ മാജിക്കിനെ പാക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അന്ന് മുതലേ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക അവൾക്കും എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഷോ എനിക്കറിയില്ലല്ലോ. അപ്പം അന്ന് മുതലേ എന്താ നീ എന്നെ കൊണ്ടുപോവാത്ത, നീ കള്ളത്തിയാ, നീ നുണ പറഞ്ഞു. Sorry. എന്തിന് മുകളിൽ ലൈറ്റ് ഒഴുകണമെന്നൊക്കെ ഇഷ്ടമാണോ കുട്ടിക്ക്? ഒഴുകണോ? ബാ നമുക്ക് ഞങ്ങളൊന്ന് ഒഴുകിയിട്ട് വരാം കേട്ടോ. നിങ്ങൾ ആരെയും കേട്ടില്ല ഞങ്ങള് കേട്ടോ. പോട്ടെ. എല്ലാരോടും ഫ്രണ്ട്സ് ഒക്കെ കാണില്ലേ, കൊതിച്ചോട്ടാ പറഞ്ഞോ. അരിമ അപ്പ. ആ ദശ. എല്ലാ അപ്പന്റെ അടുത്താ. അപ്പ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യേ. അപ്പൊ ഞങ്ങള് പാർക്കിൽ പോവാം. ഓക്കേ. നല്ല ഇഷ്ടായോ? ഭയങ്കര 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 ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്ക്. ഇവരെല്ലാം അതല്ല. ആ ഈ ചേട്ടനെ ഇഷ്ടാണോ? അനീഷ് അനീഷ് അനീഷ്. അനീഷ് ചേട്ടനെ കാണും അല്ലേ? അളിയൻസ് കാണാറുണ്ടെന്നാണ് കുട്ടി പറഞ്ഞത് കേട്ടോ. ഞാൻ റീകളക്ട് ചെയ്തപ്പോഴേ അടിപൊളിയാണ് കേട്ടോ. ലക്ഷ്മിയുടെ എപ്പിസോഡ് കണ്ടായിരുന്നു. എനിക്ക് നിന്നെ പോലെ ഒരു മോളുണ്ട്. അയ്യോ. എനിക്കത് കണ്ടിട്ട് സങ്കടം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നന്നായി വരും കേട്ടാ. ഈ ചേട്ടന് ഷിയാസ്ക്ക് ഇഷ്ടം. ആ പാട്ടൊന്ന് പാടിത്തരാൻ പറയൂ. ആ മുത്തേ സത്തേ. ഷിയാസ് ഇന്ന് പാടിയില്ലെങ്കിൽ ഇടി കിട്ടും. നമുക്ക് ഇടിക്കാന്ന് പാടിയില്ലെങ്കിൽ അല്ലേ? മുത്തേ സത്തേ
മുത്തേ എന്ന് വിളിക്കും കനത്തരാവ് ഇന്നാണ് മാരന്റെ കരളില് കുളിര് പകരണ നിക്കാഹ്റാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറൻ നിൽക്കണ നേരത്ത് മുത്തം വിളക്ക് വേണ്ടെന്ന് താളം തെറ്റിക്കല്ലെന്നാ പറയണത്. സംബന്ധിച്ചിടത്തോളം ഇപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റ് പറയണേ ഇപ്പൊ അവള് ഫുൾ ടൈം ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫുൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണത്തെ. അപ്പൊ ഭയങ്കര ചേഞ്ച് ആണുള്ളതെന്നാ പറയണേ. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ വന്നത് അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങണു. ഡയനെ ഇഷ്ടാണോ ചെല്ലു? കാരണം ഇത്രയും മിടുക്കിയായ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ഫാനാണ്, നമ്മുടെ ഷോന്റെ ഒരു വലിയ ഫാനാ വന്നിട്ടുള്ളത്. സോ ഇവളുടെ ഈ ഒരു ടാലന്റിന്റെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയാ അതിശയിച്ചിരിക്കും. അവളെ സന്തോഷിപ്പിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാ അല്ലേ? അല്ലേ? എന്താ കണ്ടേ? അനുമോളെ ഇഷ്ടായി. എന്താ റിനി ഹാപ്പി ക്രിസ്മസ് കേട്ടാ. റീനിനെ കണ്ടപ്പോഴൊരു പപ്പാഞ്ചിയുടെ ഫീൽ കിട്ടി. അതാണ് ഹാപ്പി ക്രിസ്മസ്. അനു കണ്ടിട്ടുണ്ടായിരുന്നോ? കുട്ടി യൂട്യൂബില് ടിവിയിലൊക്കെ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു? ചേച്ചി വ്ളോഗിൽ കണ്ടായിരുന്നു. ശരിക്കും ശ്രീവിദ്യ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ യൂട്യൂബ് ചാനലില്. അമൃത ചേച്ചി ഇഷ്ടാണല്ലേ? എല്ലാരും ഇഷ്ടാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനി ഒരു ഡാൻസ് ആണോ അതോ പാട്ടാണോ? ഡാൻസ്. ഞങ്ങള് പാട്ട് പാടിയില്ല, ഇനി അടുത്തത് ഡാൻസ് ആണ്. നല്ലൊരു പാട്ട് ഇട്ടരട്ടെ? ഓക്കേ. അങ്ങനെയൊന്നുമില്ല. ഏത് പാട്ടാ ഇഷ്ടമുള്ളത് ഇട്ടോ, ഞങ്ങള് കളിക്കും. സുധിച്ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് മോതിരം നോക്കുന്നുണ്ട്. ഈ ചേട്ടന് ഇഷ്ടല്ലേ? ഉല്ലാസേട്ടന് സിനിമയില് കണ്ടിട്ടുണ്ടല്ലേ? ഹാപ്പി ആയോ കുട്ടി? ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ശരി, എനിക്ക് അതിനിരിക്കണം. അവിടെ ഗസ്റ്റ് കുട്ടി നമ്മുടെ ഗസ്റ്റ് അല്ലേ? ചേട്ടാ ശരി, ഒരു കൈയ്യടി കൊടുക്കൂ പ്ലീസ്. അങ്ങനെ ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്. കൂട്ടത്തിൽ ഏറ്റവും എന്താ പറയാ പ്രായത്തിൽ ഏറ്റവും വലിയൊരു So let's
താങ്ക് യു ഷ്മി. എന്നെ ഷ്മിന്നെ വിളിക്കുള്ളൂ കേട്ടോ. സനയുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്. ഈ മോൾ ഇത്രയും മിടുക്കിയായിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഉള്ള റോള് ഭയങ്കര വലുതാണ്. സോ സന എന്ന ലിറ്റിൽ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയാനായിട്ട് ഇനി അമ്മയ്ക്കായിരിക്കും പറ്റുക. അമ്മയും ചേച്ചിയും ഒക്കെ ഞാൻ വെൽക്കം ചെയ്യാണ് കേട്ടോ. സന ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് സനയുടെ അമ്മ. ഗ്ലാഡി എന്നാണ് അമ്മയുടെ പേര്. ഇത് ലെന, സനയുടെ ചേച്ചിയാണ്. 12th പഠിക്കണു. അമ്മ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ വീട്ടില് മോളെ നോക്കാൻ അമ്മ വീട്ടിലിരുന്നല്ലേ പറ്റുള്ളൂ. തൃശ്ശൂരാണ് ഇവരുടെ വീട്. മോൾക്ക് എത്ര വയസ്സായി? 13 വയസ്സായി മോൾക്ക്. ഇപ്പോ സ്റ്റാർ മാജിക് എത്ര നാളായി അവള് കാണുന്നു? എങ്ങനെയായിരുന്നു അവൾക്ക് ഈ ഒരു മാറ്റമൊക്കെ? ഹസ്ബൻഡ് അമ്മയും ഇവളും കൂടി സീരിയലാണ് കാണാറ്. സീരിയലിൽ നിന്ന് ഞാനൊരു ചേഞ്ച് വരുത്തി അവളെ. അങ്ങനെ ഇത് വെച്ചപ്പോ അവൾ ആദ്യം 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇത് കാണണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അല്ല, ലക്ഷ്മിയുടെ എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു എനിക്കിത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങൾ വെച്ചു കൊടുത്തപ്പോൾ മോള് ലെന എന്നുള്ള പേര്, ലെന പറഞ്ഞു അമ്മ അവൾ അതിന് അഡിക്റ്റ് ആവും, സീരിയലിന് അഡിക്റ്റ് ആയതുപോലെ അതിന് അഡിക്റ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു 4-5 എപ്പിസോഡും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവൾ അതിൽ ഓരോ ഗെയിമും പിന്നെ ലക്ഷ്മി ഇറങ്ങി വരുന്ന ഓരോ ഡ്രസ്സിങ്, സാരി, അവൾക്ക് ഏറ്റവും ഇഷ്ടം ലക്ഷ്മി സാരി എടുക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഷോൾ എടുത്തിട്ട് ലക്ഷ്മി വരുന്ന പോലെ വരിക, അങ്ങനെ കുറേ മാറ്റങ്ങൾ അവൾ എനിക്ക് തോന്നി. എൻ്റെ മോള് ഒരു കല്ല് എങ്ങനെ കിടക്കുന്നു അതുപോലെ കിടന്നിരുന്ന ഒരു മോളാണ്. ഞങ്ങൾ 11 വർഷത്തോളം അവൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. പിന്നെ സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു. ഒരു വർഷം 7 ലക്ഷം രൂപയാണ് ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ളത്. അങ്ങനെ 11 വർഷമായി ഇവർ ട്രീറ്റ്മെന്റ് നടത്തണം. എൻ്റെ കസിൻസ് വരെ പറഞ്ഞു ഇങ്ങനൊരു മോളുള്ളത് കൊണ്ട് നിന്നെ ഞങ്ങളുടെ ബന്ധുവാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂടപ്പിറപ്പാണ് എന്ന് പറയാൻ നാണക്കേടാണെന്ന്. അമ്മ കരയുമ്പോ മോക്ക് വിഷമം വരുന്നുണ്ട്. കരയില്ല, അമ്മ കരയില്ല കേട്ടോ. ഞാൻ കരയുന്നത് ഇന്നവരെ അവര് 2 മക്കളും കണ്ടിട്ടില്ല. കരയണ്ട, അമ്മ പറയട്ടെ. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് വരെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനൊരു മോളുള്ളത് കൊണ്ട് എനിക്ക് നാണക്കേടാണ് നിന്നെ എൻ്റെ പെങ്ങളാണ് എന്ന് പറയാനായിട്ട് എന്ന്. എന്നോട് മിണ്ടില്ല അവൻ, എൻ്റെ അടുത്ത് സംസാരിക്കില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ന് എന്നെ ലോകം മുഴുവൻ എനിക്കിങ്ങനൊരു മോളുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവം ഒരു അവസരം തന്നതിന് സ്റ്റാർ മാജിക്കിനോടും അനൂപിനോടും അനന്തിനോടും ഒക്കെ ഞാൻ നന്ദി പറയാണ്. അമ്മ കരയില്ല. ഈ അമ്മേനെ പക്കത മോൾ കണ്ട അവക്കറിയാ പപ്പ കാണും കരയരുന്നൊക്കെ എന്നോട് ചോദിച്ചവരുണ്ട് എന്നാണ് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഗ്ലാഡി ഇറങ്ങിയത്, എത്ര നാളായി ഗുളിക കഴിക്കുന്നു, മോളിങ്ങനെ ആയതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കണം, മോളെയും കൊണ്ട് പുറത്ത് പോകരുത്. പിന്നെ ഞാനിങ്ങനെ മോളെയും കൊണ്ട് നടക്കുമ്പോൾ അനാവശ്യങ്ങളും കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് ഞാൻ അതിജീവിച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ ബ്ലെസ്ഡ് ആയുള്ളൊരു മോളല്ലേ എനിക്ക് ദൈവം തന്നത്. യഥാർത്ഥത്തിൽ ഈ സ്റ്റാർ മാജിക് എന്നുള്ള പേര് അനർത്ഥമായത് എന്നാണ്. ഈ മാജിക് എന്ന് പറയുന്ന കാര്യം നടന്നേക്കുന്നത് ഈ കൊച്ചിൻ്റെ അടുത്ത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ദൈവം സ്റ്റാർ മാജിക്കിലൂടെ ഈ കൊച്ചിലൊരു അനുഗ്രഹം ചൊരിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് ഈ കൊച്ചി ഇത്ര ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലക്ഷ്മിയാണ് അവൾക്ക് ഇൻസ്പിറേഷൻ, ഏറ്റവും കൂടുതൽ. പിന്നെ അവള് ഇവിടെ വന്ന് പറയാൻ ശ്രമിച്ചത് അലിയൻസിലെ കനകൻ എന്നാണ്. എന്റെ മൂത്ത മോളാണ് ലക്ഷ്മി. ഇടക്കിടക്ക് ലക്ഷ്മിനെ വിളിക്കണ്ടേ, ഞാൻ ഇവളുടെ വീട്ടിൽ ചെന്നപ്പോ കൊറേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് ഇങ്ങനെയാണ് ചെന്ന്. ഞാനന്ന് പറഞ്ഞിട്ടില്ല, ഇവർക്ക് 2 പേർക്കും മാത്രമേ അറിയുള്ളൂ. എന്നെ കണ്ടതും പറഞ്ഞത് കേറി വാടി ലക്ഷ്മി. കരയണ്ട.
സ്റ്റാർ മാജിക് കൊണ്ട് അവൾക്ക് എത്രത്തോളം സനക്കുട്ടിക്ക് എത്രത്തോളം recovery ഉണ്ടായിട്ടുണ്ട്? ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് സംസാരമാണ് ഏറ്റവും കൂടുതൽ അവൾക്ക് ഇപ്പം കൂടുതൽ സ്റ്റാർ മാജിക് വരുമ്പോഴാണ് പറയാ അമ്മ തുടങ്ങി വായോ എന്ന് വിളിക്കും. പിന്നെ ഒരാൾ അവിടെ വീട്ടിൽ മിണ്ടാനോ സംസാരിക്കാനോ കളിക്കാനോ സിൻഡോ എന്ന് പറയുന്നത് എന്റെ മേമയുടെ മോനാണ്. ഞങ്ങൾ ഒരു പരിധിവരെ എല്ലായിടത്തെയും കൊണ്ടുപോകുന്നത് അവനാണ്. പിന്നെ എൻ്റെ വേറൊരു അച്ഛൻ്റെ മോനുണ്ട് റോയ്സൺ, അവനാണ് ഇപ്പോൾ സിൻഡോന് വരാൻ പറ്റാത്തത് കാരണം ഞങ്ങളെ കൊണ്ടുവന്നത്. പിന്നെ ഹരി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അവനാണ് മോൾക്ക് വൈകുന്നേരങ്ങളിൽ രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ശിരസിൽ കയറി അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും കൊണ്ടുപോകുന്നത് ഹരിയാണ്. ഹരിയുടെ വണ്ടിയിലാണ്. ഹരി വരും, കൊണ്ടുപോവും. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ ആങ്ങളയുടെ വൈഫുണ്ട്, മൂത്താങ്ങളയുടെ പേര് രാജേഷ് എന്നാണ്. അവൻ്റെ വൈഫുണ്ട്, ലെനി എന്നാണ് ആളുടെ പേര്. 4 മാസം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ ഫീഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്കത് ഇല്ലാതിരുന്ന സമയത്ത് 1 വർഷത്തോളം പാല് കൊടുത്തത് എൻ്റെ ആങ്ങളയുടെ വൈഫാണ്. കരഞ്ഞിട്ടില്ലേ അമ്മ? അപ്പ വിളിക്കുമ്പോ നമ്മൾ എല്ലാരും ഹായ് പറയൂ കേട്ടോ. പിന്നെ ഞാൻ വീട്ടില് പ്രീ ഡിഗ്രി വെച്ച് 10-25-30 പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിരുന്നു. ഞാൻ ഇവർക്ക് ഇമ്പ്രൂവ്മെന്റ് ആവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആയത് സ്റ്റാർ മാജിക്കും ലക്ഷ്മിയാണ് അവളെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആക്കിയത്. സ്റ്റാർ മാജിക് അവളെയും അവളുടെ ഫാമിലിയിൽ ഇത്രയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിൽ കൂടുതൽ ഒന്നും വേണ്ട, വേറെ റേറ്റിംഗോ ഒന്നും നമുക്ക് വേണ്ട. കാരണം ഒരാളുടെ ജീവിതത്തിലേക്ക് അവരെ കൈ പിടിച്ച് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒന്നും വേണ്ട. വി ആർ ബ്ലെസ്ഡ്. ഏറ്റവും കൂടുതൽ എനിക്ക് കോവിഡ് സമയത്താണ് അത് യൂസ്ഫുൾ ആയത്. കാരണം അവൾക്ക് സ്പീച്ച് തെറാപ്പി ഇല്ല, ഒരു ഇതുമില്ല. വീട്ടിൽ എന്താ പറയുക, ഭയങ്കര ദേഷ്യം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ, ഞങ്ങൾ വീടിൻ്റെ ഉള്ളിട്ട് പൂട്ടി അവളെ ഇറങ്ങിപ്പോവും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ അവൾ ഇതാവാൻ വേണ്ടി ഞങ്ങൾ ദുബായിലായിരുന്നു. മാർച്ച് 10 പോയി. അവിടെ വെച്ചിട്ട് അവിടെ എല്ലാവരും ദുബായ് ഫുള്ള് സ്റ്റാർ മാജിക്കാണ് എല്ലാവരും കാണുന്നതും. എല്ലാ ചെറുപ്പക്കാരുടെ ആരോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങൾ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് ആണ് എന്ന്. അമ്മ സന്തോഷാണ് അമ്മയ്ക്ക്, ഏറ്റവും സന്തോഷാണ്. ഇനി ഫ്ലോറിൽ നിൽക്കുന്നത് കൊണ്ടാണ് സന്തോഷം. എന്റെ മോളെ ലോകമെമ്പാട് ആൾക്കാർ അറിയുന്നത് കൊണ്ടാണ്. ഇനി ചേച്ചി ഉണ്ടല്ലോ, സനവാവ കേക്കില്ലേ? ഇനി നമുക്ക് ലെന ചേച്ചിയുടെ അടുത്തൊന്ന് സംസാരിക്കാൻ പറയട്ടെ. എനിക്കൊരു ഉമ്മ തരുമോ? ഇനി ഇവളുടെ ചേച്ചിയാണ്. ചേച്ചി ശരിക്കും ഒരു എന്താ പറയാ അമ്മറോളി തന്നെയാ, പക്ഷെ പഠിക്കേണ്ട കാര്യത്തിലും ഭയങ്കര മിടുക്കിയാണ്. പറയൂ അനീത്തിക്കുട്ടിയെ പറ്റി. എന്താണ് പറയണ്ടത് എനിക്കറിയില്ല. അമ്മ കഴിഞ്ഞു കഴിഞ്ഞാ ഞാനാണ് അവൾക്കെല്ലാം. നല്ല കുറുമ്പാ, അവൾക്ക് എന്ത് വന്നാലും ആദ്യം വന്ന് എന്നോട് ഷെയർ ചെയ്യും. എന്നോടും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇങ്ങനെ ഒരു അനീതി കിട്ടി, നീ എന്തിങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ സന്തോഷമാണ്, ഹാപ്പിയാണ്. നിങ്ങളാരല്ല എനിക്ക് ചെലവിന് തരുന്നതും, ഞാൻ എൻ്റെ വീട്ടുകാരാണ് അവളെ നോക്കുന്നത്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഇപ്പോൾ സ്റ്റാർ മാജിക്കിലൂടെ ഈ ഒരു സർക്കിള് വലുതായിരിക്കുകയാണ്. നമ്മുടെ സനക്കുട്ടിയുടെ കൂടെയുള്ള പ്രാർത്ഥന ഇങ്ങനെ ഒരുപാട് പേര്, ഇത് ലക്ഷം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മോളുടെ കൂടെ പ്രാർത്ഥന വേണം. ഇങ്ങോട്ട് വരുവാണോ ചേച്ചി? ഇങ്ങോട്ട് വരൂ. കെട്ടിപ്പിടിക്കാനാ. ചേച്ചി എന്തിനാ കരയണേ? അവൾക്ക് ബിനു അടിമാലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു കംപ്ലൈന്റ് ഉണ്ട് എൻ്റെ മോൾക്ക്, വയറൊന്ന് കുറയ്ക്കണമെന്ന് ബിനു ചേട്ടനോട്. ഉണ്ണിയുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് പ്രസവം നടത്തിയാലോ? ശ്രീവിദ്യനെ അടിക്കണം, ഇനി ഇങ്ങോട്ട് അടി മേടിക്കരുത്. ഇപ്പൊ തന്നെ കൊടുത്താലോ മോളെ? വേണ്ടിട്ട് ഞാൻ കുട്ടിയെ നമ്മൾ. പിന്നെ നെൽസൺ ചേട്ടൻ എൻ്റെ മോളെ കണ്ടപ്പോ ഭയങ്കര വിഷമമായ ആൾക്ക്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാമിന് ഞങ്ങള് ലക്ഷ്മിയെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ നെൽസൺ ചേട്ടൻ ഒരിക്കലും വിഷമിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാരണം സഹതാപം അവൾക്ക് ആരും കൊടുക്കരുത്. കാരണം ഞാൻ കുറെ കേട്ടത് കൊണ്ടാണ് കേട്ടോ. നെൽസേട്ടൻ വിഷമമൊന്നും വിചാരിക്കരുത്. എൻ്റെ ഒരു ബ്രദർ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് അനൂപിനോടാണ്. എവിടെയാണ് എന്ന് എനിക്ക് അറിയില്ലിരിക്കുന്നത്.
അനുപേട്ട ഒന്ന് ഫ്ലോറിലേക്ക് വരും. ഒന്ന് വന്നാൽ പിന്നെ അനന്തു ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുപോലെ അനന്തുവിനോട് വിളിച്ചു പറഞ്ഞത് ആദർശാണ്. ഇവരൊക്കെ എന്താ പറയാ, ദൈവത്തിന്റെ ഓരോ കണ്ണികളാണെന്ന് ഞാൻ കരുതുന്നു. ആ ലക്ഷ്മി ഒരു ഫോട്ടോ എടുത്തോട്ടെ. അത് നമ്മുടെ ഒരു കോഡാണത്. അവൾക്ക് ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടം ചോദിച്ചാൽ പറയാം ലക്ഷ്മിനെയാണ്. അപ്പൊ എന്താ, എൻ്റെ അമ്മ ലക്ഷ്മിയാണെന്നാണ് പറയണത് അവള്. ഞാൻ അനൂപേട്ടനെ ഈ ഫ്ലോറിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം എറണാകുളത്ത് ഒരു കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട് പോയി ഡ്രസ്സ് എടുത്ത് ഇതെനിക്ക് വീഡിയോ കോളിൽ കാണിച്ചു തന്നതാ. ആ കല്യാണം ഇവിടെയാണ് നടക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അനന്തോടെ വരൂ. അനന്തോ സ്റ്റാർ മാജിക്കിന്റെ ഒരുപാട് ആരാധകർ നമ്മൾ വിളിക്കാറുണ്ട്. ശ്രദ്ധിക്കാത്തതല്ല, നമുക്ക് എല്ലാവരും പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ സാധിക്കാറില്ല. അവിചാരിതമായി ഒരു ദിവസം ഞാൻ ഇവിടെ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്താണ് അനന്തുവിന്റെ അനന്തു ഒരു വീഡിയോ കോള് ഇവിടെ കാണിക്കുകയായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മിനെ കണക്ട് ചെയ്ത് കൊടുത്തത്. ഇവിടെ അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റിയതിൽ എനിക്കും ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അനൂപിനെ കാണുമ്പോഴേ എനിക്കൊരു അമ്മയുടെ ഒരു ആങ്ങളയുണ്ട്, ജോസഫ് എന്നാണ് പേര്. ശരിക്കും അനൂപാണ്. പള്ളിയിലെ പേര് ജോസഫ് എന്നാണ്. അപ്പൊ വളരെ സന്തോഷം സനമോൾ ഇവിടെ എത്തിയാല്. താങ്ക് യു സോ മച്ച്. അപ്പളേ ഇനി നമുക്ക് പിൻചേട്ടന്റെ നെൽസന്റെ ഒക്കെ പാട്ട് കേൾക്കണ്ടേ? അയ്യോ ഗെയിം കളിച്ചാ മതി. അയ്യോ വേണ്ട, എനിക്ക് ഗെയിം കളിച്ചാ മതി. ഇരിക്കട്ടെ എന്നാ. ശരി, ഓക്കെ. ആരെ അടിക്കണം? ഓക്കെ, സനവാബ വന്നിട്ട് ഇതിൽ ആരെ അടിക്കുക? അടി കൊണ്ട് അടിമാലി അടിക്കാം. അതെ നിനക്കെങ്കിലും കണ്ണി ചോരയില്ല കൊച്ചേ. അയ്യോ എനിക്ക് ഇത് നിങ്ങളുടെ ഒപ്പം തന്നെ മാനസികമായിട്ട് ഞാനൊരു വലിയ ഡിപ്രഷനിൽ നിൽക്കുന്ന ആളാണ്. 15 വയസ്സായ അതുപോലത്തെ ഒരു കുഞ്ഞ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ കണ്ടാൽ എനിക്ക് താങ്ങാനാവാത്ത, എനിക്കിനി 1 കോടിയല്ല, ഇനിയിപ്പം ഈ ഭൂമി മൊത്തം എഴുതി തന്നാലും എനിക്കതൊന്നുമല്ല. എൻ്റെ മോളുടെ, അവൾ എൻ്റെ കൂടെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഭാര്യ വിളിക്കണേക്കാൾ കൂടുതൽ വീഡിയോ കോളിൽ വിളിക്കുന്നതും അച്ഛൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നതും എപ്പോഴാണ് ഉറങ്ങണേന്ന് ചോദിക്കണമെന്ന് ഞാൻ ഉറങ്ങണത് എല്ലാം എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ മോളാ. അനുവിന് ഗെയിം കളിച്ചപ്പോ ഇവിടെ വീണില്ലേ? അപ്പൊ അത് കുട്ടി കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പാടാൻ പോവാണേ. അടിപൊളി മതി. അടിപൊളിയാണെങ്കിൽ ഷിയാസിനെ കൊണ്ട് പഠിച്ചാൽ അടി ഉണ്ടാവും, പൊടി ഉണ്ടാവും, ഇവിടെ ചോരയും വരും. ഒരു മധുരക്കിനാവില്ലരിയിലെന്നോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിനായിരമാശകളാലൊരു പൊന്മലനേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലരിയിലെന്നോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിനായിരമാശകളാലൊരു പൊന്മലനേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. അപ്പോ ഞാൻ ഏതാണ്ട് സ്കൂളിലൊന്നുമല്ല, എഴുന്നേക്കാൻ പറയുമ്പോ ഞാൻ എഴുന്നേക്കണം. ഞാൻ പെട്ടിട്ടവിടെ. അപ്പോ ശരിക്കും സ്റ്റാർ മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബെസ്റ്റ് ന്യൂ ഇയർ സ്റ്റാർട്ട് തന്നെയാണ്. കാരണം കുറച്ച് പേരുടെങ്കിലും കണ്ണീര് കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളാൽ മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ബ്ലസ്ഡ് എന്നാ പറയാ. സോ സ്റ്റാർ മാജിക് ഇനിയും ഒരുപാട് പേരെ ഇത്തരത്തിൽ ചേർത്ത് പിടിക്കും. ഏതായാലും നിങ്ങൾ ഹാപ്പിയാന്ന് വിചാരിക്കണു. നമ്മുടെ സനവാവ ഹാപ്പിയാണോ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതിലും സനവാവയ്ക്കും സനവാവയുടെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഒരു വലിയ വലിയ വലിയ
വലിയ താങ്ക്സ്. ചക്കര ഉമ്മ തന്നെയാണ് അച്ഛനോട് സ്പെഷ്യലി നമ്മളെല്ലാരും അപ്പന. അപ്പൊ അപ്പനും ഞങ്ങളുടെ ഒരു വലിയ ഹായ്, ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാരും ബ്ലസ്ഡ് ആണ്. ഒരു മാലാഖ കുട്ടിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പനും അമ്മമ്മയും ആരുമനും എല്ലാവർക്കും ഹായ് 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 കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഉമ്മ. ലപ്പ് 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 ഹാപ്പി. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. So now we are saying bye bye from Talro Presents 90+ My Tuition App Star Magic, saying tata, bye bye, good night.